ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും മഴയൊക്കെ തോർന്നിട്ടോ. മഴയൊക്കെ തോർന്നിട്ട് റോഡൊക്കെ ആകെ നനഞ്ഞിക്കണം കേട്ടോ. എടോ ഏക്കർ കണക്കിനാണ് ഇയാളിങ്ങനെ റിക്ഷാവാലക്കാരൻ ഇങ്ങനെ ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുണ്ടോ, ഓരോരുത്തരും ഇറങ്ങി ആസ്വദിച്ചിട്ടാണ് നടക്കുന്നത്. ഈ മരത്തിൽ ഫുള്ള് തേനീച്ചക്കൂടാട്ടോ. അതാണ് ഞാൻ ആ മരം സൂം ചെയ്തെടുത്തത്. അതിൽ ഫുള്ള് വലിയ വലിയ തേനീച്ചക്കൂടാട്ടോ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കണു, സെൽഫി എടുക്കണു, വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കണു. നല്ല ഭംഗിയുണ്ട് മാഷാ അല്ലാ കാണാൻ. പിന്നെ എന്താ പറയുക, എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളും കാര്യങ്ങളും. ഇവിടെ ഒരു നദി ഉണ്ട് കേട്ടോ, ഒരു കായൽ പോലെ. അങ്ങനെ വണ്ടിക്കാരന് ഞങ്ങളിവിടെ ഇറക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കാണാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഇതുണ്ട് ഇവിടെ ഒരു കെട്ട്, അതിലൊക്കെ കണ്ടോ ചെടികളാണതേ. അതിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും അതിൻ്റെ തൊട്ടുള്ള ഐസിന്ന് ഐസും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു. ഞാനൊരു മാംഗോ ആണ് വാങ്ങിച്ചത്. ആ മാംഗോ പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കണുണ്ട്. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. തിരിച്ചങ്ങനെ വണ്ടിയിൽ പോയപ്പോഴേക്കും എൻ്റെ മാംഗോ ഐസ്ക്രീമും മനുവിൻ്റെ ഐസ്ക്രീമും ഒക്കെ എത്ര ആയിട്ടോ. അങ്ങനെ ആ നദിയും അതിൻ്റെ വിസ്താരങ്ങളും വർണ്ണങ്ങളും ഒക്കെ അയാൾ പറഞ്ഞു തന്നു. പിന്നല്ലേ ഒരു മരം, അതിൽ ഫുള്ളും ആനത്തല, ആ മരത്തിൻ്റെ കൊമ്പ് അങ്ങനെ വളർന്നിട്ട് ആനത്തല ആയത്. ഇതുണ്ടത് എത്രയോ വർഷം പഴക്കമുള്ള മരമാണിത് കേട്ടോ. അങ്ങനെ ഓരോ കാഴ്ചകളും ഈ വണ്ടിക്കാരൻ ഇങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടിയത് കാരണം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ വീഡിയോ. അപ്പം ഇതുണ്ടോ, ഇതാണ് പറഞ്ഞ ആനത്തലയുള്ള മരം. കണ്ടോ ആനയുടെ തല കണ്ടില്ലേ? മരം ആനയുടെ തലയുടെ രൂപത്തിൽ അവിടെ ഇവിടെയൊക്കെ. ഇത് കണ്ടോ പുല്ലിൽ ക്ലോക്ക് ഉണ്ടാക്കിയത് കണ്ടുണ്ടോ? ഇതൊരു ക്ലോക്ക്, ഇതുണ്ടോ, ഇതൊരു ക്ലോക്കാണ് കേട്ടോ. സമയമൊക്കെ ഓടണ. ശരിക്കും ഈ കുട്ടികളൊക്കെ അവിടെ നിന്ന് എന്താ പറയുക, സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്താണോ എനിക്കിതൊക്കെ അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നത്. എന്തായാലും ശരി, അത് ഓടുന്നുണ്ട് വാച്ച്. നമ്മളുടെ വിചാരം അത് ഓടണില്ല എന്നില്ല, അത് ഓടുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് വീണ്ടും ഞങ്ങളുടെ റിക്ഷാവാലയുടെ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ വണ്ടി നിർത്താനുള്ള സ്ഥലമായി. ഇനി ഇത് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകും കേട്ടോ. എങ്ങടെ പോകണമെന്ന് വെച്ചാൽ ഇനിയും കുറച്ച് കൂടി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതവിടെ ഒരു അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിലൊക്കെ ഒരു തൊഴിലുണ്ട്, കാണാൻ മാത്രം കാഴ്ചകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റിക്ഷാവാലക്കാരൻ ഞങ്ങളെ ഇറക്കിയിട്ട് അയാൾ പോയി. അപ്പം ഞങ്ങളും പോവുകയാണ്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം.